നമസ്കാരം. ഞാൻ ഡോക്ടർ മൃദുല പരമേശ്വരൻ, തിരുവനന്തപുരം ഗവൺമെൻറ് ദന്തൽ കോളേജിലെ കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി ആൻഡ് എൻഡോഡോണ്ടിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടൂത്ത് ബ്ലീച്ചിങ്ങിനെ കുറിച്ചിട്ടാണ്. കറ പിടിച്ചതും അല്ലെങ്കിൽ നിറം മങ്ങിയതുമൊക്കെയായ പല്ലുകൾ എല്ലാവർക്കും ഒരു അരോചകമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അവർക്ക് അതെങ്ങനെയെങ്കിലും പല്ലൊന്ന് വെളുപ്പിക്കാനായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഡോക്ടറെ സമീപിക്കാറുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ദന്തചികിത്സാ രീതികളുണ്ട് നമുക്ക് പല്ലിൻ്റെ നിറം മാറ്റാനായിട്ട്. അതിലൊന്നാണ് ടൂത്ത് ബ്ലീച്ചിങ്. ബ്ലീച്ചിങ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ജീവനുള്ള പല്ലുകൾക്ക് നമ്മൾ ചെയ്യുന്ന കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയുടെയൊക്കെ ഭാഗമായി ചെയ്യുന്ന വൈറ്റൽ ടൂത്ത് ബ്ലീച്ചിങ്. പിന്നെയുള്ളത് ഡെഡായിപ്പോയ പല്ലുകൾ, അതായത് മിക്കവാറും എന്തെങ്കിലും അപകടത്തിൽ വല്ലതും പെട്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്ഷതമേറ്റതിന് ശേഷം നമ്മൾ റൂട്ട് കനാൽ തെറാപ്പി, RCT അല്ലെങ്കിൽ വേര് ചികിത്സ അത് ചെയ്തതിന് ശേഷം പല്ലിൻ്റെ നിറം മങ്ങുമ്പോൾ അതിന് പല്ല് ഡെഡാണ്, പക്ഷേ അതിന് നമ്മൾക്ക് ക്രൗൺ കൊടുക്കുന്നതിന് പകരം അതിനെ ബ്ലീച്ച് ചെയ്ത് അതിൻ്റെ നിറം മാറ്റാനായിട്ട് കഴിയും. അതായത് നോൺ വൈറ്റൽ ബ്ലീച്ചിങ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ വൈറ്റൽ ബ്ലീച്ചിങ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇൻ-ഓഫീസ് ബ്ലീച്ചിങ്ങും ഉണ്ട്, അറ്റ് ഹോം ബ്ലീച്ചിങ്ങും ഉണ്ട്. ഇൻ-ഓഫീസ് ബ്ലീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ ദന്താരോഗ്യ വിദഗ്ധൻ തന്നെ ചെയ്യുന്ന ബ്ലീച്ചിങ് പ്രൊസീജിയറാണ്, രോഗിക്ക് ചെയ്യുന്ന ബ്ലീച്ചിങ് പ്രൊസീജിയറാണ് ഇൻ-ഓഫീസ് ബ്ലീച്ചിങ്. അപ്പം ഇതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ചും കൂടി റിസൾട്ട് കൂടുതലായിട്ട് കിട്ടും. കാരണം കുറച്ചും കൂടെ വീര്യമേറിയ കെമിക്കൽസാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ്, കാർബമൈഡ് പെറോക്സൈഡ് തുടങ്ങിയ കെമിക്കലുകളാണ് നമ്മൾ ബ്ലീച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻ-ഓഫീസ് ബ്ലീച്ചിങ്ങിൽ നമ്മൾ ഈ ബ്ലീച്ചിങ് ഏജൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ മോണയും അതിൻ്റെ ചുറ്റുമുള്ള ബാക്കി സോഫ്റ്റ് ടിഷ്യൂസ്, മൃദുകോശങ്ങളെ നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ഈ ബ്ലീച്ചിങ് ഏജൻറ്റ് പല്ലിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ പേഷ്യൻ്റെ ഷെയ്ഡ് കറക്റ്റായിട്ട് അറിയുന്നു. ഫോട്ടോഗ്രാഫിൻ്റെ എല്ലാം സഹായത്തോടു കൂടി ഷെയ്ഡ് ഡിറ്റർമൈൻ ചെയ്യുന്നു. എത്ര ഷെയ്ഡ് നമ്മൾക്ക് വൈറ്റർ ആക്കണം എന്നുള്ളത് പേഷ്യൻറ്റിൻ്റെയും കൂടി ഇഷ്ടമനുസരിച്ച് നമ്മൾ നിർണ്ണയിക്കുന്നു. ഇപ്പോൾ പേഷ്യൻ്റെ കോംപ്ലക്ഷനും ഫേസ് ഫീച്ചേഴ്സിനും ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ എത്രത്തോളം പല്ല് വെളുപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിർണ്ണയിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഷെയ്ഡ് സെലക്ട് ചെയ്തതിന് ശേഷം എത്ര ഷെയ്ഡ് ലൈറ്റർ ആകണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ ബ്ലീച്ചിങ് ഏജൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇതിനെ നമ്മൾക്ക് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പം അത് ഒന്നുകിൽ ലൈറ്റ്, നമ്മൾ ക്യൂറിങ് ലൈറ്റ്, കോമ്പോസിറ്റ് ഒക്കെ ക്യൂർ ചെയ്യുന്ന ലൈറ്റ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ലേസറിൻ്റെ സഹായത്തോടു കൂടി പവർ ബ്ലീച്ചിങ് എന്നൊക്കെ പറയും, കുറച്ചും കൂടെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പം ലേസർ ലൈറ്റ് ഉപയോഗിച്ച് നമ്മൾക്ക് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ബ്ലീച്ചിങ് സെഷൻ എന്ന് പറയുന്നത് ഒരു 10 തൊട്ട് 15 മിനിറ്റുള്ള ഇടവേളകളിൽ ഏകദേശം 2-3 സെഷൻസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഒരു ബ്ലീച്ചിങ് അപ്പോയിൻമെൻറ്റ് ഏകദേശം ഒരു 30 മിനിറ്റ് തൊട്ട് 60 മിനിറ്റ് വരെ സമയമുണ്ടാകും. ഓക്കെ, അതിനകത്ത് നമ്മൾ 2-3 ഘട്ടങ്ങളായിട്ടാണ് ഈ ബ്ലീച്ചിങ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് പേഷ്യൻ്റെ പ്രീ ട്രീറ്റ്മെൻറ്റും പോസ്റ്റ് ട്രീറ്റ്മെൻറ്റും ഫോട്ടോഗ്രാഫ്സ് നമ്മൾ എടുക്കുന്നു കമ്പാരിസന് വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ 2 അല്ലെങ്കിൽ 3 സിറ്റിങ്ങും കൊണ്ടായിരിക്കാം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നിറത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇപ്പം മേൽത്താടിയിലെയും കീഴ്ത്താടിയിലെയും ഫ്രണ്ട് പല്ലുകൾക്കാണ് നമ്മൾ സാധാരണ ബ്ലീച്ചിങ് ചെയ്യുന്നത്. അപ്പോൾ 2 താടിയെല്ലുകളിലെയും പല്ലുകൾ ഒരുമിച്ച് ചെയ്യുന്നതിന് പകരം ആദ്യം മേൽത്താടിയിലെ അല്ലെങ്കിൽ കീഴ്ത്താടിയിലെ പല്ലുകൾ ബ്ലീച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത മറുവശത്തെ പല്ലുകൾ ചെയ്യുന്നതായിരിക്കും ഉചിതം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഡിഫറൻസ് അറിയാനായിട്ട് പറ്റും, എത്രത്തോളം പല്ല് വെളുത്തു എന്നുള്ളത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വൈറ്റൽ ബ്ലീച്ചിങ് ചെയ്യുന്നത്, ഇൻ-ഓഫീസ് വൈറ്റൽ ബ്ലീച്ചിങ്. പിന്നെയുള്ളത് അറ്റ് ഹോം വൈറ്റൽ ബ്ലീച്ചിങ്. അറ്റ് ഹോം വൈറ്റൽ ബ്ലീച്ചിങ് എന്ന് പറയുന്നത് ഇവിടെ രോഗി തന്നെയാണ് ഈ ബ്ലീച്ചിങ് ഏജൻറ്റ് അപ്ലൈ ചെയ്യുന്നത്, പേഷ്യൻ്റ് തന്നെയാണ് ബ്ലീച്ചിങ് ഏജൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരു ഡോക്ടറിനെ സമീപിച്ച് ഡോക്ടർ നമ്മുടെ വായുടെ അളവ് ഇംപ്രഷൻ എടുത്ത് ഒരു ബ്ലീച്ചിങ് ട്രേ ഉണ്ടാക്കുന്നു. ആ ട്രേയിൽ വെക്കാനുള്ള ബ്ലീച്ചിങ് ഉൽപ്പന്നവും അതുപോലെ അതിനോടൊപ്പമുള്ള ഇൻസ്ട്രക്ഷൻസും ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അതനുസരിച്ചിട്ടാണ് രോഗി ഇത് വീട്ടിൽ വെച്ച് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ വീടിൻ്റെ സ്വകാര്യതയിൽ വെച്ച് തന്നെ നമുക്ക് ബ്ലീച്ചിങ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പം ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലീച്ചിങ് ഏജൻസ് എന്തായാലും നമ്മൾ ഇൻ-ഓഫീസ് ബ്ലീച്ചിങ് ഏജൻസിനെക്കാട്ടിലും കുറച്ചും കൂടെ വീര്യം കുറഞ്ഞതായിരിക്കും. കാരണം രോഗി തനിയെയാണ് ചെയ്യുന്നത്, ഡോക്ടർ അന്നേരം കൂടെയില്ല. അപ്പോൾ കുറച്ചും കൂടെ വീര്യം കുറഞ്ഞ കെമിക്കൽസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അത് 2 മുതൽ 4 മണിക്കൂർ വരെ ഈ ബ്ലീച്ചിങ് ട്രേയിൽ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ടാണ് രോഗിയോട് പറയുന്നത്. അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ വൈറ്റൽ ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. വൈറ്റൽ ബ്ലീച്ചിങ് ചെയ്യുമ്പോൾ വലിയ ദോഷവശങ്ങളൊന്നും ഇല്ലെങ്കിലും കൂടുതലായിട്ട് കാണുന്നത് പല്ലുകൾക്ക് പുളിപ്പ് അനുഭവപ്പെടാറുണ്ട്. ആദ്യത്തെ 1-2 അപ്പോയിൻമെൻറ്റ്സിൻ്റെ സമയത്ത് നമുക്ക് പല്ലിന് പുളിപ്പ് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഡീസെൻസിറ്റൈസിങ് പേസ്റ്റുകൾ, പല്ല് പുളിപ്പ് മാറാനുള്ള പേസ്റ്റുകളും കൂടി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്.
ഇനി നോൺ വൈറ്റൽ ബ്ലീച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ പല്ലുകൾക്ക് പല്ലിന് പൊട്ടലോ മറ്റു കാരണങ്ങളോ ഒന്നുമില്ല, നമ്മൾക്കൊരു ക്രൗണിൻ്റെ ആവശ്യകതയില്ല, എന്നാൽ പല്ലിന് നിറവ്യത്യാസം ഉണ്ട് താനും. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോൺ വൈറ്റൽ ബ്ലീച്ചിങ് ചെയ്യുന്നത്. വാക്കിംഗ് ബ്ലീച്ച് ടെക്നിക്ക് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെയും നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് അതുപോലെ സോഡിയം പെർബോറേറ്റ് എന്നൊക്കെ പറഞ്ഞ കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് പല്ലിൻ്റെ റൂട്ട് കനാൽ ചെയ്യാൻ ഉപയോഗിച്ച ആ ദ്വാരത്തിനകത്ത് ഒരു പ്രതലം ഉണ്ടാക്കി അവിടെയാണ് നമ്മൾ ഈ ബ്ലീച്ചിങ് ഏജൻറ്റ് വെക്കുന്നത്. ബ്ലീച്ചിങ് ഏജൻറ്റ് വെച്ച് അതിനെ ആക്ടിവേറ്റ് ചെയ്ത് ബ്ലീച്ച് ചെയ്യുന്ന പ്രൊസീജിയറാണ് നോൺ വൈറ്റൽ ബ്ലീച്ചിങ്. അപ്പോൾ ഇതിലൊരു ക്രൗണിൻ്റെ വലിയ ചിലവ് വരാതെ തന്നെ നമുക്ക് ഈ റൂട്ട് കനാൽ ചെയ്ത പല്ലിനെ നമ്മുടെ പഴയ നിറത്തിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി വെളുത്ത നിറത്തിലേക്ക് ആക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നോൺ വൈറ്റൽ ബ്ലീച്ചിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഗുണം. ഇനി എല്ലാവർക്കും നമുക്ക് ബ്ലീച്ചിങ് ചെയ്യാനായിട്ട് കഴിയുമോ? എല്ലാ കണ്ടീഷനിലും ഒരു കാരണവശാലും ക്രൗണോ അല്ലെങ്കിൽ വെനീറോ ബ്രിഡ്ജസിൻ്റെയോ ഒക്കെ മുകളിൽ നമ്മൾക്ക് ബ്ലീച്ചിങ് വെച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് നമുക്കൊരു ഗുണവും കിട്ടുകയില്ല. പിന്നെയുള്ളത് എന്തെങ്കിലും വികലമായ രീതിയിലുള്ള ഉണ്ടാകുന്ന ഇനാമൽ, ജന്മന ഉണ്ടാകുന്ന പല്ലിൻ്റെ ചില ഡിഫക്റ്റുകൾ, അമിലോജെൻസിസ് ഇംപെർഫെക്റ്റ അല്ലെങ്കിൽ ഡെൻഡിനോജെൻസിസ് ഇംപെർഫെക്റ്റ, വികലമായ രീതിയിലുള്ള ഇനാമൽ ഡെൻഡിൻ, ആരോഗ്യമില്ലാത്ത ഇനാമലും ഡെൻഡിനും ആണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും അതിൽ നമുക്ക് ബ്ലീച്ചിങ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. അതുപോലെ ടെട്രാസൈക്ലിൻ പോലെയുള്ള പല മെഡിക്കേഷൻസ് കാരണം വരുന്ന പല്ലിൻ്റെ നിറവ്യത്യാസം, അതുപോലെ ആഴത്തിലുള്ള എന്തെങ്കിലും ഡിഫക്റ്റുകളുള്ള രീതിയിലുള്ള ഫ്ലൂറോസിസ്, ഹൈപ്പോപ്ലേസിയ, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് ബ്ലീച്ചിങ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യമുള്ള ഇനാമലും ഡെൻറ്റിനും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ നിറവ്യത്യാസം ബ്ലീച്ചിങ് ഉപയോഗിച്ച് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ എല്ലാവർക്കും നമുക്ക് ബ്ലീച്ചിങ് പറയാനും പറ്റുകയില്ല. ഇപ്പം 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്, അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, മുലയൂട്ടുന്ന അമ്മമാർ, അവർക്കൊന്നും നമ്മൾ ബ്ലീച്ചിങ് സജസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ പിന്നെ വരുന്നത് നമുക്ക് ഓവർ ദ കൗണ്ടറായിട്ട് കുറേ ബ്ലീച്ചിങ് ഏജൻറ്റ്സ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പം വൈറ്റനിങ് ടൂത്ത് പേസ്റ്റുകൾ കിട്ടുന്നുണ്ട്. അതിലുള്ളതും ഒരു നല്ല അബ്രേസീവായിട്ട്, അതായത് പല്ലിൻ്റെ പുറത്തുള്ള കറകളെ മായ്ച്ച് കളയുന്ന രീതിയിലുള്ള അബ്രേസീവായിട്ടുള്ള എലമെൻസും കുറച്ച് കെമിക്കൽസും ഒക്കെയുള്ള പേസ്റ്റുകളാണ്. അതുപോലെ തന്നെ സ്ട്രിപ്സ് ഉണ്ട്, ബ്ലീച്ചിങ് സ്ട്രിപ്സ് അവൈലബിൾ ആണ്, പ്ലാസ്റ്റിക് സ്ട്രിപ്സ്. അതിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കെമിക്കൽസ് തന്നെ അതിൻ്റെ വീര്യം കുറഞ്ഞ ഒരു ഫോമാണ് ഇത്തരം സ്ട്രിപ്സുകളിലുള്ളത്. അപ്പോൾ കഴിയുന്നതും അങ്ങനത്തെയുള്ള ഓവർ ദ കൗണ്ടർ ആയിട്ട് നമുക്ക് കിട്ടുന്ന ബ്ലീച്ചിങ് ഏജൻറ്റ്സ് ഡോക്ടറുടെ സജഷൻ ഇല്ലാതെ യൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്ലീച്ചിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.